പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ആഗോളതലത്തിൽ കോർഡിനേഷൻ കൗൺസിലും ഹെൽപ്പ് ഡെസ്കുകളും രൂപീകരിക്കാൻ നോർക്ക ഒരുങ്ങുന്നു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ബൃഹത്തായ പദ്ധതി നടപ്പാക്കുന്നത്. കാനഡയിൽ വിജയകരമായി പൂർത്തിയാക്കിയ പൈലറ്റ് പദ്ധതിയുടെ തുടർച്ചയായാണ് കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്നത്. പ്രവാസികൾക്കായി പ്രധാനമായും 4 ഹെൽപ്പ് ഡെസ്കുകളാണ് സജ്ജമാക്കുന്നത്. ആഗോളതലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കോർഡിനേഷൻ ഡെസ്ക് പ്രവർത്തിക്കും. സുരക്ഷിതമായ കുടിയേറ്റത്തെക്കുറിച്ചും മറ്റു വിവരങ്ങളെക്കുറിച്ചും ബോധവൽക്കരിക്കാൻ മൈഗ്രേഷൻ അവയർനെസ് ഡെസ്ക് ഉണ്ടാകും. പ്രവാസികൾ നേരിടുന്ന അത്യാഹിതങ്ങളും മറ്റു പ്രയാസങ്ങളിലും അടിയന്തര സഹായം എത്തിക്കുന്നതിനായാണ് ഡിസ്ട്രാക്ട് സപ്പോർട്ട് ഡെസ്ക് രൂപീകരിക്കുന്നത്. ഇതിനു പുറമെ നാടിന്റെ വികസനത്തിൽ പ്രവാസികളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ കേരള ഡെവലപ്മെന്റ് ഡെസ്കും സജ്ജമാക്കുന്നുണ്ട്. പൂർണ്ണമായും സന്നദ്ധ പ്രവർത്തകരാണ് കോർഡിനേഷൻ കൗൺസിലിലും ഹെൽപ്പ് ഡെസ്കുകളിലും പ്രവർത്തിക്കുക. പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കരുത്തുറ്റ ശൃംഖല സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ 12 രാജ്യങ്ങളിലും മേഖലകളിലുമായാണ് ഗ്ലോബൽ നോർക്ക കോർഡിനേഷൻ കൗൺസിലുകളും 4 വിഷയാധിഷ്ഠിത ഹെൽപ്പ് ഡെസ്കുകളും രൂപീകരിക്കുന്നത്. കാനഡ, ജർമ്മനി, ബെൽജിയം, നെതർലാൻഡ്, ലക്സംബർഗ് ഉൾപ്പെടുന്ന ബെനലസ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ സംവിധാനം നിലവിൽ വരും. കൂടാതെ ആസിയൻ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക, ഈസ്റ്റേൺ ആഫ്രിക്ക, സദേൺ ആൻഡ് സെൻട്രൽ ആഫ്രിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലും കൗൺസിലുകൾ പ്രവർത്തിക്കും. സ്വീഡൻ, നോർവ, ഡെൻമാർക്ക്, ഫിൻലാൻഡ് എന്നീ നോർഡിക് രാജ്യങ്ങൾ, ഈസ്റ്റേൺ യൂറോപ്പ്, റഷ്യ, ചൈന, ജപ്പാൻ, നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ, തായ്വാൻ ഉൾപ്പെടുന്ന ഈസ്റ്റ് ഏഷ്യ, ഇറ്റലി, മാൾട്ട, UK, അയർലൻഡ് എന്നീ രാജ്യങ്ങളിലും മേഖലകളിലുമാണ് കോർഡിനേഷൻ കൗൺസിലുകൾ നിലവിൽ വരുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നോർക്കയുടെ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ ഈ വിപുലീകരണം സഹായമാകും. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലാണ് കോർഡിനേഷൻ കൗൺസിലുകൾ രൂപീകരിക്കുന്നത്. ഇതിലേക്ക് നിലവിൽ നാമനിർദ്ദേശം സമർപ്പിക്കാമെന്ന് നോർക്ക ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അംഗീകൃത പ്രവാസി മലയാളി സംഘടനകൾ, സാമൂഹിക പ്രവർത്തകർ, ലോക കേരള സഭാംഗങ്ങൾ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർക്ക് നാമനിർദ്ദേശം നൽകാം. കൗൺസിൽ രൂപീകരണത്തിന് മുന്നോടിയായി ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലെ കേരളീയ പ്രവാസി സംഘടനാ ഭാരവാഹികൾ, ലോക കേരള സഭാംഗങ്ങൾ എന്നിവരുമായി നോർക്ക റൂട്ട്സ് അധികൃതർ ഓൺലൈൻ ചർച്ച നടത്തിയിരുന്നു. പ്രവാസികളുടെ തൊഴിൽ പ്രശ്നങ്ങൾ, നിയമസഹായം, നാട്ടിലേക്കുള്ള മടക്കം തുടങ്ങിയ വിഷയങ്ങളിൽ ഈ ഡെസ്കുകൾ നിർണായക ഇടപെടൽ നടത്തുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.